യെസ്, CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ED അന്വേഷണത്തിന് അനുമതി നേരത്തെ സിംഗിൾ ബെഞ്ച് നൽകിയ വിധിക്കെതിരെയാണ് CMRL ഇന്ന് അപ്പീലിന് പോയത്. പക്ഷേ ആ അപ്പീലിൽ ജസ്റ്റിസുമാരായ എ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് എന്താണോ സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടത് അത് ശരിവെക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തെ സാവകാശം CMRL അഭിഭാഷകൻ അഭ്യർത്ഥിച്ചെങ്കിലും കോടതി അത് അനുവദിച്ചില്ല. ഷുക്കൂർ തുടരുന്നുണ്ട്. ഷുക്കൂർ, അപ്പീൽ തള്ളിയപ്പോൾ സ്വാഭാവികമായും ഒരു കച്ചിത്തുരുമ്പ് അല്ലെങ്കിൽ ചെറിയൊരു ആശ്വാസത്തിന് CMRL വക നൽകിയിരുന്നത് ഇങ്ങനെ ഒരു അഭ്യർത്ഥനയും ആവശ്യവുമായിരുന്നു. എന്ന് വെച്ചാൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തെ സാവകാശം വേണം. അപ്പോൾ ആ 2 ആഴ്ചയ്ക്കുള്ളിൽ ED പുതിയ നടപടികളിലേക്കൊന്നും കടക്കുകയുമില്ല. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസകരമായ വിധി കിട്ടുകയാണെങ്കിൽ അത് വലിയ ഒരു ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യവും അഭ്യർത്ഥനയും ഇതോടൊപ്പം തള്ളിയത് ഷുക്കൂർ? അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്റെ ഒരു പരിശോധനയാണ് സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ച് നടത്തിയിരിക്കുക. ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ EDയെ വീണ്ടും എന്തെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞ് അവരുടെ അന്വേഷണം തടസ്സപ്പെടുത്തേണ്ടതില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ച് കാര്യമായി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. മറ്റൊന്ന്, ഈ നടപടി തുടരുമ്പോൾ തന്നെ വീണയ്ക്കെതിരെയുള്ള നടപടിക്ക് ഒരു തടസ്സവുമില്ല എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അപ്പോഴും ED എന്തായാലും ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരെ കാത്തിരിക്കാൻ ED തയ്യാറാവുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ വെള്ളിയാഴ്ച വരെ, ഇന്നത്തെ ദിവസം വരെ വീണയ്ക്കെതിരെ ഒരു നടപടിയും വേണ്ടതില്ല എന്ന് ED സ്വമേധയാ തീരുമാനിക്കുന്നത്. ആ അക്കാര്യത്തിൽ കൂടി ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ EDക്ക് ഒരു തടസ്സങ്ങളുമില്ല. അവർക്ക് വീണയ്ക്കെതിരെയോ അല്ലെങ്കിൽ ശശിധരൻ കർത്തയ്ക്കെതിരെയോ CMRനെതിരെയോ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാം. കൂടുതൽ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്താം. നിലവിൽ 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. നേരത്തെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് വന്ന മുറയ്ക്കാണ് ഈ 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്താനുള്ള തീരുമാനം ED സ്വീകരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അക്കാര്യത്തിൽ റെയ്ഡുമായി രംഗത്തിറങ്ങുന്നു. വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്നു. അതോടുകൂടി കേസിന്റെ സ്വഭാവം തന്നെ മാറുന്നുണ്ട്. കാരണം EDയുടെ ദേശീയ തലവന്മാർ, അത് ED ഡയറക്ടർ തന്നെ നേരിട്ട് കൊച്ചിയിലെത്തുന്ന സാഹചര്യം രൂപപ്പെട്ടത് ഈ കേസിൽ ഹൈക്കോടതി വിധി വരുന്നു എന്ന് മാത്രമല്ല, മറ്റൊന്ന് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്ന സവിശേഷമായ സാഹചര്യം രൂപപ്പെട്ടത് കൂടിയാണ്. ബംഗാളിൽ മാത്രമാണ്, അതുപോലെ തന്നെ തമിഴ്നാട് പോലെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് സമാന രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടായത്. നേരത്തെ ED ആക്രമണങ്ങൾക്കെതിരെ ED റെയ്ഡുകൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെയും SDPയുടെയും നേതാക്കളെ റെയ്ഡ് ചെയ്ത സമയത്ത് വലിയ തോതിൽ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നു. ആ അർത്ഥത്തിൽ കണിശമായി തന്നെ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന നിലപാട് രാഷ്ട്രീയമായി തന്നെ ഒരുപക്ഷെ BJPയും കേന്ദ്ര സർക്കാരും എടുത്തിരിക്കാം. അതിൻ്റെ കൂടി ഭാഗമാകാം ഒരുപക്ഷെ ED ഉദ്യോഗസ്ഥർ വളരെ തിടുക്കത്തിൽ തന്നെ ഈ വിധി വരുന്ന തലേ ദിവസം കൊച്ചിയിൽ പറന്നിറങ്ങുന്നത്. എന്തായാലും അല്പസമയത്തിനകം EDയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ EDയുടെ ഡയറക്ടറായ രാഹുൽ നവീൻ പങ്കെടുക്കുന്ന യോഗം കൊച്ചിയിൽ ആരംഭിക്കും. അതിനുശേഷം ഇത് സംബന്ധിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുക എന്ന കാര്യം മാത്രമാണ് ഈ CMRLനും വീണയ്ക്കുമെല്ലാം മുന്നിലുള്ള ഏക പോംവഴി എന്നുള്ളത്. അത് പക്ഷേ തിടുക്കത്തിൽ സുപ്രീം കോടതി ഈ കേസിൽ ഇടപെടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത്തരം ഒരു റിലീഫ് ലഭിച്ചാൽ മാത്രമേ അവരുടെ നടപടിയിൽ നിന്ന് EDയെ പിന്തിരിപ്പിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുള്ളൂ. യെസ്, ഇനി സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം. അങ്ങനെ ആ അപ്പീൽ വേഗത്തിൽ സുപ്രീം കോടതിയെ കൊണ്ടെടുപ്പിക്കാൻ, അവിടെ വേഗത്തിൽ അത് പരിഗണനയ്ക്കെടുക്കാൻ തക്ക ഇടപെടലുകൾ CMRLന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. യെസ്, എന്തായാലും സിംഗിൾ ബെഞ്ച് ഈ ED അന്വേഷണത്തിന് പച്ചക്കൊടി കാട്ടിയതിന് പിന്നാലെ തന്നെ 12 ഇടങ്ങളിലാണ് ED റെയ്ഡ് നടത്തിയത്. അതൊരു മിന്നൽ പരിശോധനയായിരുന്നു. പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവ് വീട്ടിലുണ്ടായിരിക്കുന്ന ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തടക്കം. മുൻ മന്ത്രി മുഹമ്മദ് റിയാസ്, വീണയുടെ ഭർത്താവിൻ്റെ വീട്ടിലടക്കം പലയിടങ്ങളിൽ 12ഓളം സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള 12 ഇടങ്ങളിലായി ഒരേ സമയം മിന്നൽ പരിശോധന നടത്തിയത്. ഒരാൾക്കും ഒരു സൂചന പോലും നൽകാതെ അതിൻ്റെ ആസൂത്രണമൊക്കെ അന്ന് അർദ്ധരാത്രിയിൽ നടത്തിയതിനു ശേഷം അതിരാവിലെ എല്ലായിടങ്ങളിലേക്കും അപ്രതീക്ഷിതമായി റെയ്ഡ് നടത്തിയാണ് അന്ന് ആ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് പിന്നാലെ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ED കടന്നതെങ്കിൽ ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവും കൂടി അവർക്ക് അനുകൂലമായി വരുമ്പോൾ EDയുടെ തുടർ നടപടി എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് അങ്ങേയറ്റം നിർണായകമാണ്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.